Hi friends, welcome to my channel. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ക്ലാസ്സിലെ അവസാന ക്ലാസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അളവ് ബ്ലൗസ് വെച്ച് തയ്ച്ച ബ്ലൗസ് കറക്റ്റാണോ എന്ന് നോക്കാം. അളവ് ബ്ലൗസിൻ്റെ അതേ അളവിലാണോ നമ്മൾ ബ്ലൗസ് തയ്ച്ചതെന്ന് നമുക്ക് ഇതുമ വെച്ചിട്ട് തന്നെ നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഹോൾ വെക്കാനുള്ള പട്ട, അതാണ് ആ ഭാഗമാണ് ഞാൻ വെച്ചേക്കുന്നത്. അളവ് ബ്ലൗസിൻ്റെ ആ പട്ടയ്ക്ക് കുറച്ച് വീതി കൂടുതലാണ്, അതൊന്നും കുഴപ്പമില്ല, അതിവിടെ കറക്റ്റായിട്ട് വയ്ക്കാം. ഇത് നമ്മൾ വേസ്റ്റ് ഭാഗമാണ് ഇപ്പോൾ അളന്ന് നോക്കുന്നത്. അപ്പം അതിങ്ങനെ വെച്ച് ഇങ്ങനെ പിടിച്ച് ഓരോ ഭാഗവും ഇങ്ങനെ പിടിച്ച് കറക്റ്റായിട്ട് നോക്കാം. കണ്ടോ, ഇതുപോലെ നോക്കാം. അപ്പോൾ വേസ്റ്റ് ഭാഗം കൂടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസം വന്നാൽ കുഴപ്പമില്ല, നമ്മളത് കറക്റ്റ് അളവിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വേസ്റ്റ് ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ചെസ്റ്റ് ഭാഗം കറക്റ്റാണോ നോക്കാം. അതിന് വേണ്ടി ഇതാ ചെസ്റ്റ് ഫ്രണ്ടിലത്തെ പാർട്ട് ഇതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് നെക്കിന് താഴെയുള്ള ഭാഗമാണ് നമുക്കിങ്ങനെ വെച്ച് നോക്കേണ്ടത്. അപ്പോൾ അളവ് ബ്ലൗസിലും ആ താഴെയുള്ള ഭാഗം, ഫ്രണ്ട് നെക്കിൻ്റെ താഴെയുള്ള ഭാഗം ഇതുപോലെ ഇങ്ങനെ പിടിക്കുക. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കാം. കണ്ടോ, ഇവിടെയും കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാം. രണ്ട് സൈഡിലും അങ്ങനെ നോക്കാം. ഇനി നമുക്ക് ബാക്ക് കറക്റ്റാണോ നോക്കാം. ബാക്കിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ബാക്ക് നെക്കിൻ്റെ താഴെ വേണം വെച്ചിട്ട് നമുക്ക് അളന്ന് നോക്കാനായിട്ട്. അപ്പോൾ അളവ് ബ്ലൗസിലും അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ താഴേന്ന് ഇതുപോലെ ഇങ്ങനെ പിടിക്കുക. ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്കാം. കണ്ടോ, ഇവിടെയും കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റാക്കിയിട്ട് വയ്ക്കുക. ഇതിവിടെ കറക്റ്റായി, ഈ സൈഡിലും കറക്റ്റാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് ആം റൗണ്ട് കറക്റ്റാണോ എന്ന് നോക്കാം. ഇതുപോലെ തന്നെ ആം റൗണ്ട് ഇതാ കറക്റ്റ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ച് നോക്കാം. കണ്ടോ, ഇതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഈ സമയത്ത് കറക്റ്റാക്കണം. രണ്ട് സൈഡിലും ഇതുപോലെ നോക്കണം. നമുക്ക് സ്ലീവ് ഓപ്പൺ ഇങ്ങനെ വെച്ച് നോക്കാം. കണ്ടോ, ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, ഒരു 1/4 ഇഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. ഇത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അവിടെ മാർക്ക് ചെയ്ത് അവിടെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം, കുറവുണ്ടെങ്കിൽ സ്റ്റിച്ച് അഴിച്ച് കറക്റ്റാക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് കറക്റ്റാണോ നോക്കാം. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ പിടിച്ച് ഇതുപോലെ അളവ് ബ്ലൗസിലും ഇങ്ങനെ വെച്ച് നോക്കാം. കണ്ടോ, ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അളവ് ബ്ലൗസ് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മടക്കിയിട്ട് വെച്ച് നോക്കാം, രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് നോക്കാം, കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ടിനൊക്കെ ഇതുപോലെ തന്നെ വെച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ് തീർന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.